അപ്പൊ നിങ്ങളിപ്പോ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ ലൈക്ക് കുറച്ച് ചാലഞ്ചസ് എന്തായാലും ഉണ്ടാവുള്ളൂ നമ്മൾക്ക് ഒരു ക്യാരക്ടർ വരുമ്പോ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കാറ്? ഇല്ല, പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നുമില്ല. ആ ക്യാരക്ടർ ഇന്നതാന്ന് പറഞ്ഞു തന്നു, ആ ക്യാരക്ടർ നമ്മളെ ഉള്ളില് അത് നമ്മളെ വരും. സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നോർമലി ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ നിൽക്കണം, അങ്ങനെ ആ ക്യാരക്ടറിന് ഒരു ഇതുണ്ടല്ലോ, സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവം നമ്മൾ അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. ആ ക്യാരക്ടർ മനസ്സിലാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് പ്രത്യേകം ഒന്നും എടുത്തിട്ട് ഒന്നുമില്ല. പിന്നെ ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തയ്യാറെടുപ്പൊന്നും എടുത്തിട്ട് ഇല്ല. അങ്ങനെ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം. അതുകൊണ്ട് നമ്മള് സന്തോഷം. ഈ പൊതുവെ നമുക്കൊരു ഇപ്പോ ഒരു ടൈപ്പ് റോള് വന്നു കഴിഞ്ഞാല് എപ്പോഴും ആ ഒരു ടൈപ്പ് റോളാണല്ലോ കൂടുതലും നമുക്ക് വരാം. ഒരു ടൈപ്പോ കാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള എന്ത് ടൈപ്പ് റോളാണ്? എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില് നിമിഷയുടെ അമ്മയായിട്ട് വന്നതിന് ശേഷം, അതൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവി, ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണത്. അതിനുശേഷം എനിക്ക് വരുന്ന മിക്ക ക്യാരക്ടേഴ്സും അമ്മ ക്യാരക്ടേഴ്സാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളത്, ഇപ്പം റിലീസ് ആവാനുള്ളൊരു മൂവി ഉണ്ട്, ദാസേട്ടന്റെ സൈക്കിൾ എന്നാണ് മൂവിയുടെ പേര്. അതിൽ ഹീറോയിൻ ആണ് ഞാൻ. അമ്മയാണെങ്കിലും എനിക്കതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്. മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഞങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ്, ഹരീഷ് പേരടി ഹീറോയും ഞാൻ ഹീറോയിനും ഒരു മോനും ഞാൻ ഹീറോയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന ഒരു മൂവിയാണ് അത്. അപ്പൊ ഇത്രയും വർക്ക് ചെയ്തതിൽ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. അമ്മ ക്യാരക്ടർ ആണെങ്കിൽ കൂടി എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ആ മൂവിയിലാണ്. പക്ഷെ ഈ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്, ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ ചെയ്തത്. പക്ഷെ ഏതൊരു ആർട്ടിസ്റ്റിനുള്ളിൽ ഉണ്ടാവല്ലോ ഒരു ഹീറോയിൻ ആയിട്ട് റിലേഷൻ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദാസേട്ടന്റെ സൈക്കിളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പടം റിലീസ് ആവണം. ഇതുവരെ അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ ഹീറോയിൻ ടൈപ്പ് ആണോ, അത് എങ്ങനെയും പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ഇന്ന ക്യാരക്ടർ എന്നല്ല, ചെയ്യുന്ന ക്യാരക്ടർ കുറച്ച് ഡെപ്ത് ഉള്ളതായിരിക്കും. വെറുതെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു പോകാന്നുള്ളതല്ല. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ആളുകളെ ഉള്ളിൽ, ഇപ്പൊ ഞാൻ പെട്ടെന്നൊരു ക്യാരക്ടർ പറയുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, നിമിഷയുടെ അമ്മ, ഗർ, അലൻസിയേട്ടന്റെ വൈഫ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് വേഗം അത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ കുറച്ചൊരു ഡെപ്ത് ആയിട്ട് ഇന്ന ക്യാരക്ടർ ചെയ്ത ആളാണല്ലേ അത്, അങ്ങനെ ആളുകളെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ചെയ്യണം. അത് ഏത് ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാനൊരു തുടക്കക്കാരിയായതുകൊണ്ട് തന്നെ അങ്ങനെ ശേഷമാണ് ഞാൻ നല്ല വർക്ക് കിട്ടണം. അപ്പൊ നമ്മുടെ ഈ സിനിമയെ ഇപ്പൊ പൊതുവെ ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോ ഭയങ്കര എന്റർടൈൻമെന്റ് മോഡാണ് പിടിച്ചു പോണത്. തമാശയും ഇപ്പൊ സുധീഷ് ചേട്ടന്റെ കുറെ തമാശ, അങ്ങനെ കുറച്ച് തമാശയുള്ള എന്റർടൈൻമെന്റ് മോഡ് പിടിച്ചു ആ ഒരു മോഡിലാണ് പോണെന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളും അങ്ങനെ ഒരു മോഡ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള എലമെന്റ് ഈ സിനിമയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഉണ്ട്. കുറെ കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സിന് മിക്കവാറും കുറെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. പിന്നെ കുറെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ തന്നെ കുറച്ച് ഏജ് ആയുള്ള ആളുകളും, അതായത് എന്റെ ഹസ്ബൻഡായിട്ട് ക്യാരക്ടർ ചെയ്യുന്ന സുധീഷ് ചേട്ടനും ആ ഒരു കാറ്റഗറിയിലേക്ക് പോയിട്ട് ഒരു പ്രണയമൊക്കെ അവിടെ വർക്ക്ഔട്ട് ആവുന്നു. അപ്പൊ എന്തായാലും ഈ ടൈപ്പ് ഓഫ് ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു മൂവിയാണ്. അപ്പൊ ഈ നമ്മൾ പൊതുവെ നമ്മുടെ ഓഡിയൻസിന് ഭയങ്കര എന്താ പറയാ മാരേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി മാൻ എന്നൊക്കെ പറയാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു പ്രണയം, ഒരു ഫാമിലി മാൻ ആയിട്ട് ഒരു പ്രണയം ഉണ്ട് എന്നുള്ളതൊക്കെ ആ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് നോർമലി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അപ്പൊ അത് വർക്ക്ഔട്ട് ആവാണ്ടിരിക്കില്ല. പ്രത്യേകിച്ച് ഫാമിലിക്ക് അത് എന്തായാലും വർക്ക്ഔട്ട് ആവും. എന്താ ചെയ്ത് ഫാമിലി എടുത്തു നോക്കിയാലും ഇപ്പുറത്തൊരു ഫാമിലി ഉണ്ടെങ്കിലും അപ്പുറത്തൊരു ചെറിയ ഒരു പ്രണയം ഒക്കെ ഉണ്ട്. ഇപ്പത്തെ ജനറേഷൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ആ ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി ആയതുകൊണ്ടും അങ്ങനെയാണ് ഇപ്പത്തെ ജനറേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഇഷ്ടപ്പെടും 100%.